എല്ലാവർക്കും പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്ന ബാങ്കിങ് കാർഡുകളിൽ ഒന്നാണ് ഡെബിറ്റ് കാർഡ്. തമ്പനയിൽ കൊടുത്ത പോലെ മിക്കുള്ളവർക്കും പല പല സംശയങ്ങളാണ്. ഈ 16 നമ്പർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണോ? ഇത് പുറത്ത് കണ്ടാൽ കുഴപ്പമുണ്ടോ? വിസ കാർഡും മാസ്റ്റർ കാർഡും രണ്ടും എന്താണ്? അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇതിനെല്ലാം ഉത്തരം എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു ഡെബിറ്റ് കാർഡിൽ സാധാരണ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബാങ്ക് നെയിം, എല്ലാ കാർഡിലും അതാത് ബാങ്കിൻ്റെ പേര് കാണാം. ഇപ്പോഴത്തെ കാർഡുകൾ ചിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൈക്രോ ചിപ്പുകൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇൻഫർമേഷൻസ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്ത് അത് കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയാണ് ചിപ്സ് യൂസ് ചെയ്യുന്നത്. 16 ഡിജിറ്റ് കാർഡ് നമ്പരും അതുപോലെ എക്സ്പയറേഷൻ ഡേറ്റും കാർഡ് ഹോൾഡേഴ്സ് നെയിമും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി ഡെബിറ്റ് കാർഡിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കൂടി കാണാൻ സാധിക്കും. CVV നമ്പർ, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ, അതുപോലെ തന്നെ കാർഡ് ഹോൾഡേഴ്സിൻ്റെ സിഗ്നേച്ചർ ഇടാനുള്ള ഒരു പോർഷനും. നമുക്ക് ആദ്യം 16 ഡിജിറ്റ് നമ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. 16 ഡിജിറ്റിൽ ആദ്യത്തെ അക്കം സൂചിപ്പിക്കുന്നത് ആ കാർഡ് ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ്. 16 ഡിജിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണെന്നുണ്ടെങ്കിൽ അത് ISO ആൻഡ് അതർ കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡാണ്. അല്ല, നമ്മളിൽ കൂടുതൽ പേരും ബാങ്കിങ് ആൻഡ് ഫിനാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തവരാണല്ലോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിസ കാർഡും മാസ്റ്റർ കാർഡുമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അപ്പോൾ വിസയും മാസ്റ്ററും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് 4ഉം 5ഉമാണ് യൂസ് ചെയ്യുന്നത്. വിസ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലും അതുപോലെ മാസ്റ്റർ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ലുമാണ്. അതായത് രണ്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ല, ഇനിയിപ്പോൾ 7 ആണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്രോളിയം ആൻഡ് ഓയിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ 16 ഡിജിറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് മേജർ ഇൻഡസ്ട്രി ഐഡൻറ്റിഫയർ അഥവാ MII എന്ന് വിളിക്കാം. അപ്പോൾ ഈ MIIയും തുടർന്ന് വരുന്ന 5 നമ്പറും ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയെ സൂചിപ്പിക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന 6 ഡിജിറ്റ്സ് 546212. ഓക്കെ, ഈ ഒരു കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസിനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയായിരുന്നു 5 എന്ന് പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മാസ്റ്റർ കാർഡാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ 5ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 0 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ISO ആൻഡ് അതർ ഇൻഡസ്ട്രീസ് ആയി മാറിയനെ. 1 or 2 ആയിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എയർലൈൻസ് കമ്പനീസിൻ്റെ കാർഡായി മാറിയനെ. നെക്സ്റ്റ് വരുന്ന 9 ഡിജിറ്റ്സ്, അതായത് 7th പൊസിഷൻ തൊട്ട് 15th പൊസിഷൻ വരെയുള്ള നമ്പർ, അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന നമ്പറിനെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യിക്കുന്ന ഒരു റെഫറൻസ് നമ്പറാണ് ആ വരുന്ന 9 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. 16 ഡിജിറ്റിലെ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു ചെക്ക് ഡിജിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാർഡ് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആ ഡിജിറ്റ് വെച്ചിട്ടാണ്. ഒരുപാട് അൽഗോരിതംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് കാർഡ് വാലിഡ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും 16 ഡിജിറ്റ് എന്നത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊന്നും അല്ല എന്നും 16ലെ ആദ്യത്തെ 6 ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ആ കാർഡ് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയെയും ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഐഡൻറ്റിഫിക്കേഷനും വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്ന 9 ഡിജിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു റെഫറൻസ് നമ്പറും ലാസ്റ്റ് ഡിജിറ്റ് കാർഡിൻ്റെ വാലിഡേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി കാണും, വിസയും മാസ്റ്റർ കാർഡും എന്നത് എന്താണത്? രണ്ട് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് മാത്രമാണ്, അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല.